ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ്. കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ നമ്മുടെ വീഡിയോയിലുണ്ട് കേട്ടോ. പിന്നെ ഇന്നാണെങ്കിൽ അമ്മയില്ലാത്ത ദിവസമാണ്. പുള്ളിക്കാരത്തി ഇവിടുത്തെ കുടുംബശ്രീ ഗ്രൂപ്പിൽ നിന്നും ട്രിപ്പ് പോയേക്കുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് കാര്യങ്ങളെല്ലാം ടേക്ക് കെയർ ചെയ്യുന്നത് ഞാൻ ഒറ്റക്കാണ്. സോ രാവിലെ പ്രാർത്ഥിച്ച് അടുക്കളയിൽ കയറി. ഇനിയുള്ള ആദ്യത്തെ പരിപാടി ബ്രേക്ക്ഫാസ്റ്റാണ്. ഇന്ന് ലേശം സ്പെഷ്യലായിട്ട് ദോശയും സാമ്പാറും ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ. കൂട്ടത്തിൽ ചട്നി ഇരിക്കട്ടെ. പരിപ്പെടുത്ത് കുക്കറിൽ വെച്ച് ചമ്മന്തിക്കുള്ള പരിപാടിയിലേക്ക് കടന്നു. കൂട്ടത്തിൽ ഉള്ളിയില്ല, പക്ഷെ ഞാനത് എക്സ്ട്രാ ചേർത്തട്ടോ. ഇത് നമ്മുടെ സാമ്പാർ കഷ്ണം. അങ്ങനെ സാമ്പാറും ചമ്മന്തിയൊക്കെ ആയ ഗ്യാപ്പിന് ഉറക്കം എണീറ്റ് ആഞ്ചലിന താഴേക്ക് വന്നു. ഇനി കുറച്ച് നേരം ഞങ്ങളുടെ ടൈം. ആഞ്ചലിനക്ക് ടി വിയിൽ കാർട്ടൂൺ വെച്ച് കൊടുത്തിരുത്തി ഞാൻ എൻ്റെ ബാക്കി പണിയിലേക്ക് കടന്നു. ഇനിയിപ്പോൾ പുള്ളിക്കാരത്തേക്ക് ദോശ ഇടണം. അത് സാധാരണ ദോശയല്ല, കുട്ടി ദോശ. ഇങ്ങനെ കുട്ടി കുട്ടി ദോശ ഇട്ട് കൊടുത്താൽ ആൾ ഹാപ്പി. അപ്പോഴേക്കും നമ്മുടെ ആൾ ഉറക്കണീറ്റ് വന്നിട്ടോ. പുള്ളിക്ക് ഇമ്മണി വലിയ ദോശ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. അങ്ങനെ ഭക്ഷണമെല്ലാം റെഡി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ടൈം. ദേ, ഇതാണ് നമ്മുടെ ആഞ്ചലീനയുടെ സ്പെഷ്യൽ കുട്ടി ദോശയും പാലും. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിനേക്കാളും കടുകട്ടിയുള്ള പരിപാടി ആളെ ഇത് കഴിപ്പിക്കുക എന്നതാണ്. സോ ഇനിയുള്ള ബഗീര പ്രയത്നം അതിനാണ്. പലപ്പോഴും എൻ്റെ പീസ്ഫുൾ മോഡ് ഡീആക്ടിവേറ്റ് ചെയ്ത് ടെറർ മോഡ് ആക്ടിവേറ്റ് ചെയ്താലേ പുള്ളിക്കാരത്തെ ഭക്ഷണം കഴിക്കുള്ളൂ. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് റൂമിലെത്തിയിട്ടുണ്ട്. ഇനി എനിക്കൊന്ന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട്. ഒരു 30 അടിയന്തരമുണ്ട്. നമ്മുടെ അയൽപ്പക്കത്ത് തന്നെ ഉള്ളതാണ്. അപ്പോൾ 11 മണിക്ക് നമ്മുടെ അടുത്തുള്ള പള്ളിയിൽ തന്നെയാണ് കുർബാന. അത് കഴിഞ്ഞ് വീട്ടിലെ പരിപാടി. വീടിന്ന് നമ്മുടെ തൊട്ട് ഫ്രണ്ടിലത്തെ വീട് തന്നെയാണ്. അപ്പോൾ 11 മണിക്ക് പള്ളിയിൽ കുർബാന ഉണ്ട്. സോ ഇപ്പോൾ 10:30 കഴിഞ്ഞു, 10:45 ആവാറായി. ഇനി വേഗം ഉടുത്ത് പള്ളിയിൽ പോട്ടെ. ഉടുത്ത് കഴിഞ്ഞ് പള്ളിയിൽ പോകാൻ ഇറങ്ങണേണ്. അവിടുത്തെ കുർബാനയുടെ വിശ്വസിച്ച് ഞാൻ എടുക്കുന്നില്ല. ബാക്കി വിശേഷങ്ങൾ പോയിട്ട് വന്നിട്ട് കാണാം കേട്ടോ. ജോക്കിന്ന് ഓഫായതുകൊണ്ട് ബേബിയെ പുള്ളിക്കാരനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ദേ, എൻ്റെ പുറകിൽ കാണുന്ന നീല ഷീറ്റില്ലേ, അവിടെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഈ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചതിൻ്റെ 30 അടിയന്തരം കേട്ടോ. സോ ആദ്യം പള്ളിയിലെ കുർബാന, അതിനുശേഷം വീട്ടിലെ സ്നേഹവിരുന്ന്. നമ്മുടെ കുർബാന എല്ലാം കഴിഞ്ഞപ്പോൾ വീട്ടിലൊക്കെ കടന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ വീട്ടിൽ ചെറിയൊരു സ്നേഹവിരുന്നൊക്കെ ഉണ്ടായിരുന്നു. ഡിഷ് പരിപാടിയായിരുന്നു. പക്ഷേ ആ ആൾക്കൂട്ടത്തിൻ്റെയും തിരക്കിൻ്റെ ഇടക്ക് അതിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. സോ ഭക്ഷണം കഴിച്ച് നമ്മൾ നേരെ വീട് പിടിച്ചു. സോ നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് വന്നു. ചെറിയൊരു ഫുഡ് അടിയൊക്കെ ഉണ്ടായിരുന്നു. ഡിഷ് പരിപാടിയായിരുന്നു. ആ തിരക്കിൻ്റെയും ബഹളത്തിൻ്റെ ഇടക്ക് വീടെടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ റൂമിൽ വന്നു. ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വേണം ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. എന്താ വെയിൽ! അയ്യോ, എൻ്റെ തല കിട്ടിയില്ലേ. കുറച്ച് നേരം പുറത്തേക്ക് ഇറങ്ങിയുള്ളൂ, അപ്പോഴേക്കും ഉരുകിപ്പോയി. ഭയങ്കര ചൂടും ഭയങ്കര വെയിലും. അയ്യോ ഉണ്ടോ. സോ ഇനി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. എഗെയിൻ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ താഴത്തേക്ക് പോകണേണ്. അപ്പം കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വറക്കണം ഇനി. അപ്പോൾ ഉച്ചക്കത്തേക്ക് ഞാൻ ഓൾറെഡി കഴിച്ചിട്ട് വന്നതാണ്. പക്ഷേ ഇവിടെ കഴിക്കാത്തൊരു കുറച്ച് പേരുണ്ട്. ഞാനപ്പോൾ 30 വീട്ടിൽ പോയി കഴിച്ചായിരുന്നു. ഇവിടെ ഉള്ളവർക്ക് നമുക്ക് മീൻ വറുത്ത് ചോറ് കൊടുക്കാം. സോ മീൻ ക്ലീനാക്കി വറക്കാൻ വരട്ടെ വെച്ച്. ഇനി കാര്യങ്ങളെല്ലാം കുറച്ച് ഫാസ്റ്റാക്കണം. അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള ഊണുകാലായി. അങ്ങനെ ഊണിൻ്റെ പരിപാടിയും മറ്റ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഞാൻ അഞ്ജലീനെയും കൊണ്ട് നേരെ റൂമിലേക്ക് വിട്ടു. ഭക്ഷണം എല്ലാം കഴിച്ച് ഇപ്പോൾ റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ആഞ്ചിനൊക്കെ എടുത്ത് ഇറക്കട്ടെ. പിങ്ക് കളറാ എനിക്ക് മമ്മ അതിൻ്റെ ഓളം ഉറക്കട്ടെ. ഉച്ചയുറക്കത്തിന് വേണ്ടി ആഞ്ചലീനയെ റൂമിലേക്ക് കൊണ്ടുവന്നപ്പോൾ ക്യൂട്ടക്സ് അടിച്ചതിന് ശേഷം ആവട്ടെ ഉറക്കം ഒന്ന് ഡീലിലായി ആഞ്ചലീന. അതും പിങ്ക് ക്യൂട്ടക്സ് തന്നെ വേണമെന്നാണ് നിർബന്ധം.
സോ ആളെ ഇനി ക്യൂട്ടസ് അടിച്ചു കൊടുക്കാതെ ഉറക്കാൻ പറ്റില്ലെന്നായി. സോ ഇനി നെക്സ്റ്റ് പരിപാടി ക്യൂട്ടസ് അടിച്ചു കൊടുക്കുക, അതും പിങ്ക്. ആൾക്കാണെങ്കിൽ നല്ല ഉറക്കവും വരുന്നുണ്ട്. കയ്യിലുള്ളൊരു പിങ്ക് ക്യൂടെക്സ് ആളെ കാണിച്ചപ്പോഴേ പുള്ളിക്കാരത്തി ഡബിൾ ഹാപ്പി. പക്ഷേ ക്യൂടെക്സ് ആയി കിട്ടിയപ്പോഴേക്കും എൻ്റെ വിധം മാറി. ഞാനാദ്യം എൻ്റെ കയ്യിൽ അടിച്ചു നോക്കി, പക്ഷേ ഭയങ്കര ലൈറ്റ് ഷെയ്ഡ്. സോ ഡബിൾ കോട്ട് അടിച്ചങ്ങ് സെറ്റാക്കി. അതിനുശേഷമാണ് കൊതി പറഞ്ഞ ആൾക്ക് അടിച്ചു കൊടുത്തത്. പിന്നെ ക്യൂടെക്സ് അടിക്കുന്ന സമയത്ത് മാത്രമേ എൻ്റെ കളർ ഉണ്ടാവുള്ളൂ. അത് ഡ്രൈ ആവുന്നതിന് മുന്നേ ആളത് എവിടെയെങ്കിലും തൂത്തോളയും. അങ്ങനെ ആഞ്ചലീന പറഞ്ഞ ഡീൽ അനുസരിച്ച് ക്യൂടെക്സ് അടിച്ചു കഴിഞ്ഞാൽ ഉറങ്ങാമെന്നായിരുന്നു. സോ അതടിച്ചു കഴിഞ്ഞു. ഇനി നേരെ ഉറക്കം. പുള്ളിക്കാരത്തെ താനേ പോയി ബെഡിൽ കിടന്നു. കാരണം ഉറങ്ങണ സമയം അതിക്രമിച്ചിരുന്നു. പുള്ളിക്കാരത്തേക്കാണെങ്കിൽ നല്ല ഉറക്കവും വന്നായിരുന്നു. ഇനി ആഞ്ചലീനയുടെ സ്ലീപ്പിംഗ് ടൈം. ആളെ ഒന്ന് കിടത്തി ഉറക്കിയിട്ട് വേണം എനിക്ക് എൻ്റെതായ ഷൂട്ടിങ്ങും മറ്റ് എഡിറ്റിംഗ് വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആദ്യം ആളെ ഒന്ന് കിടത്തി ഉറക്കട്ടെ. അധികം വൈകാതെ ആഞ്ചലീന ഉറങ്ങി കേട്ടോ. കൂട്ടത്തിൽ ഞാനും ലേശം ഒന്ന് ഉറങ്ങി. കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കൊച്ചിനെ ഉറക്കി തല ഒന്ന് വൃത്തി ചാരിക്കിടന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. ഒരു ചെറിയ നാപ്പെടുത്ത ശേഷം പെട്ടെന്ന് തന്നെ ഞെട്ടി അങ്ങ് എണീറ്റു. കാരണം എഡിറ്റിംഗ് വർക്ക് ഒരുപാടുണ്ടായിരുന്നു ചെയ്യാൻ. ആക്ച്വലി നമുക്കിന്ന് ഉച്ചയ്ക്ക് ശേഷം വേറെ കുറച്ച് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ പ്ലാൻ പടിയുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല. എന്നാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംഭവിക്കാൻ പോണേണ്. ഇന്ന് ഡിന്നർ കുറച്ച് സ്പെഷ്യൽ ആക്കാമെന്ന് കരുതുന്നു. എന്താ പരിപാടി എന്ന് കാണിച്ചു തരാം. ഒരു അൺഎക്സ്പെക്റ്റഡായ കാര്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആഞ്ചലിനയുടെ ബഹളോട്. രാത്രിത്തെ ഡിന്നറിന് നമ്മുടെ ആൾ ചിക്കനും റൈസൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അൽഫാം മന്തി. അങ്ങനെ അൽഫാം മന്തിയുടെ മാരിനേഷൻ കഴിഞ്ഞു. ഇനി റെസ്റ്റിംഗ് ടൈമാണ്. ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അൽഫാം മന്തിയുടെ ഒരു റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ ഇടാഞ്ഞത്. ഇനി സ്പെഷ്യൽ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. സോ വിത്തിൻ 1 hour നമ്മുടെ മന്തി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ദം ചെയ്യാൻ വെച്ചൊക്കെയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് മന്തി ഉണ്ടാക്കാൻ പറ്റും വീട്ടിൽ. ഞാൻ ഓൾറെഡി മന്തിയുടെ റെസിപ്പി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും മന്തിനെ പറ്റി പറയാഞ്ഞത്. പക്ഷേ അന്ന് ചെയ്ത റെസിപ്പിയിൽ നിന്നും കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. സോ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ സ്പെഷ്യൽ മന്തിയുടെ റെസിപ്പി ഇടാം കേട്ടോ. ജസ്റ്റ് 1 hour മന്തി. പിന്നെ അത്രേ ഉള്ളൂ. സോ ഇനി മന്തി ദമ്മി എഴുതാൻ കാണിച്ചു തരാം. ചെറിയ തീയിൽ ദം ചെയ്യാൻ വെച്ചൊക്കെയാണ്. സോ മന്തി റെഡി ആവുന്ന ഗ്യാപ്പിൽ ഞാൻ പോയത് ഫ്രഷപ്പായിട്ട് വരെ. ആകെ ടയേർഡാണ്. അപ്പോൾ വേഗം പോയി ഫ്രഷ് ആയിട്ട് വരാം. സോ കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷായിട്ട് വന്ന് ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോണേണ്. അപ്പോൾ ഇന്നത്തെ ഡിന്നർ സ്പെഷ്യൽ അൽഫാം മന്തി. മന്തിക്കുള്ള മയോണൈസും ടൊമാറ്റോ ചട്നിയും എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്താട്ടോ. സത്യം പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടോ ഈ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ മന്തിയുടെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാനിതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാട്ടോ. പിന്നെ എന്ത് ഫുഡായാലും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാട്ടോ ഹെൽത്തി. ഇനി ആ മയോണൈസ് എടുത്ത് മന്തി റൈസിലിട്ടങ്ങ് പുരട്ടി ഒരു ചിക്കൻ പീസ് എടുത്തങ്ങ് കഴിച്ച് ആ ഊണങ്ങ് കുശാലാക്കുക. കയ്യിലാണെങ്കിൽ ഹോം മെയ്ഡ് അൽഫാം മന്തിയും ബാക്ക്ഗ്രൗണ്ടിൽ കുച്ചു കുച്ചു ഹോത്താഹെ മൂവിയും. ആഹാ അന്തസ്. ഡിന്നറിൻ്റെ ആംബിയൻസ് എൻ്റെ അങ്ങ് മാറി. ഇത്രയൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. കുച്ചു കുച്ചു ഹൊത്താഹെ മൂവി ലവേഴ്സ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ പ്ലേ ചെയ്യുന്നില്ല, കാരണം കോപ്പിറൈറ്റ് അടിക്കും. സോ നിങ്ങളിത് ഇമാജിനേറ്റ് ചെയ്യുക. അങ്ങനെ ഡിന്നറും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനി നേരെ റൂമിലേക്ക് പോകണേണ്. എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും പ്രാർത്ഥനയിലൂടെയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ കിട്ടുന്ന സുഖം അത് വേറെ തന്നെയാണ്. അങ്ങനെ നടയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് വാതിലും പൂട്ടി ഇനി നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്ക്. അപ്പോൾ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. കുളിയും ദേവാരമൊക്കെ നേരത്തെ കഴിഞ്ഞുകൊണ്ടിട്ട് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഒന്ന് ബ്രഷൊക്കെ ചെയ്തിട്ട് കിടന്നാൽ മതി. അങ്ങനെ ഒരു ഡേ ഇവിടെ അവസാനിക്കുകയാണ്. ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിക്കുകയാണ്. കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും പലതും നടന്നില്ല. പക്ഷേ പ്ലാൻ ചെയ്യാത്ത കുറേ കാര്യങ്ങൾ നടന്നു. പിന്നെന്താ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് ഞാനിവിടെ എൻഡ് ചെയ്യണേണ്. എന്നെ കാണാൻ പറ്റണില്ലേ? ഓക്കെ. അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് ഞാനിവിടെ എൻഡ് ചെയ്യണേണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെ ആയാലും കമൻറ്റിലൂടെ അറിയിക്കുക. മറ്റ് നല്ല നല്ല വീഡിയോസും എൻ്റർടൈൻമെൻറ്റ്സും ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. അപ്പോൾ ബൈ.